ഹലോ നമസ്കാരം, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ കറണ്ട് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കറിയാം ഇന്ന് അറിയേണ്ടത് എന്തൊക്കെയാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഹരിത കർമ്മസേനയ്ക്ക് യൂസർ ഫീ ഓൺലൈനിൽ. അപ്പോൾ ഹരിത കർമ്മസേന എന്താണെന്ന് അറിയാത്തവരായി കേരളത്തിൽ തന്നെ ആരും ഉണ്ടാകില്ല അല്ലേ? നമ്മുടെ വീടുകളിൽ എല്ലാ മാസവും ഇതുപോലെ ഒരു പച്ച ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ചേച്ചി വരാറുണ്ട് നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് ഒക്കെ കളക്ട് ചെയ്യുന്നതിനായിട്ട്. അപ്പൊ നമ്മൾ അവർക്കൊരു കാർഡുണ്ട്, ആ കാർഡിൽ അവർ കൃത്യമായിട്ട് നമ്മൾ കാശ് കൊടുത്തത്, ഡേറ്റ് ഇതെല്ലാം ഇട്ട് അവർ സൈൻ ചെയ്ത് തരും. ഒരു QR കോഡ് അവർ സ്കാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഫീയും കൊടുക്കാറുണ്ട് അല്ലേ? നമ്മളൊരു 50 രൂപ ഫീയും നമ്മൾ എല്ലാവരും കൊടുക്കാറുണ്ട്. ഷോപ്പുകൾക്ക് അത് വ്യത്യസ്തമാണ്. അപ്പോൾ ഇനി ഹരിത കർമ്മസേനയ്ക്ക് യൂസർ ഫീ ഓൺലൈൻ ആയിട്ട് നൽകാനുള്ള ഒരു സൗകര്യം ഒരുങ്ങുകയാണ്. എന്താണ്? യൂസർ ഫീ നമുക്ക് ഓൺലൈൻ ആയിട്ട് നൽകാം. ഈ ഒരു പദ്ധതി, അതായത് ഓൾറെഡി അവർക്കൊരു പദ്ധതി ഉണ്ട്, ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഹരിത മിത്രം ആപ്പ്. എന്താണ്? ഹരിത മിത്രം ആപ്പ്. ഈ ആപ്പ് ഹരിത മിത്രം 2.0 എന്ന പേരിൽ പരിഷ്കരിക്കുകയാണ്. എന്താണ്? ഹരിത മിത്രം 2.0 എന്ന പേരിൽ ഈ ഒരു ആപ്ലിക്കേഷൻ പരിഷ്കരിക്കുകയാണ്. ഇതിൽ എന്തൊക്കെ അറിയാൻ പറ്റും? ഓൺലൈനിൽ ഫീസ് അടയ്ക്കാനുള്ള സൗകര്യം, പിന്നെ മാലിന്യ നീക്കം ഓൺലൈനായി രേഖപ്പെടുത്താനും നിരീക്ഷിക്കാനും ആകും. എന്താണ്? ഓൺലൈൻ ആയിട്ട് എന്ത് ചെയ്യും? മാലിന്യം സ്വീകരിച്ചിട്ടുണ്ട്, നമുക്ക് സാധാരണ കാർഡിലല്ലേ രേഖപ്പെടുത്തുന്നത്, അത് മാറ്റിയിട്ട് ഓൺലൈനായിട്ട് രേഖപ്പെടുത്താനും അതുപോലെ അത് നിരീക്ഷിക്കാനും. ചില വീടുകളിൽ നിന്ന് ഒരു പക്ഷേ അന്നത്തെ ദിവസം ആളുണ്ടാകില്ല, ചിലപ്പോൾ അവർ കൊടുക്കാറില്ല, എൻ്റെ വീട്ടിൽ പ്ലാസ്റ്റിക് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവർ കൊടുക്കാറില്ല, ചിലർ കത്തിച്ച് കളയാറുണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ നിരീക്ഷിക്കാനൊക്കെയാണ് ഈ ഹരിതമിത്രം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. അതിന്റെ പരിഷ്കരിച്ച രൂപമാണ് എന്താ? ഹരിതമിത്രം 2.0. ഒരു വിയോഗമാണ് രേഖപ്പെടുത്താനുള്ളത്. നാഗാലാൻഡ് ഗവർണർ എൽ ഗണേശൻ അന്തരിച്ചു. നാഗാലാൻഡ് ഗവർണർ ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. നിലവിൽ നാഗാലാൻഡ് ഗവർണറായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അന്തരിച്ചിട്ടുണ്ട്. ആരാണ്? എൽ ഗണേശൻ. അടുത്തിടെ അന്തരിച്ച നാഗാലാൻഡ് ഗവർണർ ആരാണ്? എൽ ഗണേശൻ ആണ്. അദ്ദേഹം നാഗാലാൻഡിന്റെ മാത്രമല്ല മണിപ്പൂർ ഗവർണറായി, ഇപ്പോൾ എന്താണ് പ്രസിഡന്റ് ഭരണം നടക്കുന്ന മണിപ്പൂരിൽ ഗവർണറായി പ്രവർത്തിച്ച വ്യക്തിയാണ്. കൂടാതെ വെസ്റ്റ് ബംഗാളിന്റെ അധിക ചുമതലയും വഹിച്ചിട്ടുണ്ട്. നാഗാലാൻഡ് ഗവർണറായി സേവനം അനുഷ്ഠിക്കുകയാണ് അദ്ദേഹം അന്തരിച്ചിരിക്കുന്നത്. അപ്പോൾ അന്തരിച്ച ഗവർണർ ഏത് സംസ്ഥാനത്തെയാണ്? നാഗാലാൻഡിലേതാണ്. അദ്ദേഹം മണിപ്പൂരിലും ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. ജമ്മു കാശ്മീരിലെ മേഘവിസ്ഫോടനം, മരണം 60ആയി. അപ്പൊ കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിലെ ധരാലി ഗ്രാമം മുഴുവനായി ഒലിച്ചുപോയ വാർത്ത നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അടുത്ത ഒരു മേഘവിസ്ഫോടനം നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. വളരെ ദുഃഖകരമായ വാർത്തയാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ ചൂരൽമല, നമ്മുടെ മുണ്ടക്കൈ ചൂരൽമലയൊക്കെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആഘാതം എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് തീർച്ചയായും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അപ്പൊ ജമ്മു കാശ്മീരിൽ മേഘവിസ്ഫോടനം ഉണ്ടായി, 60 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ ചിസോത്തി ഗ്രാമത്തിലാണ്. എന്താണ്? ചിസോത്തി. ജമ്മു കാശ്മീരിലെ ചിസോത്തി ഗ്രാമത്തിലാണ് ഈ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായത്. നിങ്ങൾ കൃത്യമായിട്ടും ഈ ഒരു സ്ഥലത്തിന്റെ പേര് പഠിച്ചിരിക്കുക. ഉത്തരാഖണ്ഡിലെ ധരാലിയിലും ജമ്മു കാശ്മീരിലെ ചിസോത്തി, ഏതാണ്? ചിസോത്തി ഗ്രാമത്തിലുമാണ് മേഘവിസ്ഫോടനം ആളപായം ഉണ്ടാക്കിയത്. നമുക്കിതിന്റെ കൂട്ടത്തിൽ തന്നെ ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ലഫ്റ്റനന്റ് ഗവർണറെയും കൂടി ഒന്ന് പഠിച്ചു പോകാം. നിലവിലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള. ആരാണ്? ഒമർ അബ്ദുള്ളയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള. അതുപോലെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? മനോജ് സിൻഹയാണ്. കുറച്ച് നാളായിട്ട് അദ്ദേഹം തന്നെയാണ് മനോജ് സിൻഹ. ജമ്മു കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമാണ്. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് കുറച്ച് ഓഫറുകൾ ഈ പ്രഖ്യാപനത്തോടു കൂടി കുറച്ച് ഓഫറുകൾ നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ എന്ന് നമുക്ക് നോക്കാം.
സെമി കണ്ടക്ടർ ചിപ്പ്. ഒന്നാമത്തെ പ്രഖ്യാപനമാണ് സെമി കണ്ടക്ടർ ചിപ്പ്. ഈ വർഷം അവസാനത്തോടെ രാജ്യം ആദ്യത്തെ മെയ്ഡ് ഇൻ ചിപ്പ് പുറത്തിറക്കും. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പ് ഈ വർഷം തന്നെ പുറത്തിറക്കും എന്നതാണ് ആദ്യത്തെ പ്രഖ്യാപനം. അപ്പോൾ ആദ്യത്തെ പ്രഖ്യാപനം, നമ്മുടെ രാജ്യം ഒരു സെമി കണ്ടക്ടർ ചിപ്പ് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച് പുറത്തിറക്കും എന്നതാണ് ആദ്യത്തെ പ്രഖ്യാപനം. രണ്ടാമത്തേത് ആണവക്കരുത്ത്. 2047 എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ച് 100 വർഷം, ദിനമല്ല 100 വർഷം തികയും 2047 ആകുമ്പോൾ. അപ്പോഴേക്കും ഇന്ത്യയുടെ ആണവോർജ ശേഷി 10 ഇരട്ടിയാക്കും. ഇപ്പോഴുള്ളതിനേക്കാൾ 10 ഇരട്ടി ആണവോർജ ശേഷി 2047 കൂടി ആകും എന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ രണ്ടാമത്തെ പ്രഖ്യാപനം. അടുത്തത് മൂന്നാമത്തെ പ്രഖ്യാപനം നോക്കാം. മുന്നേറാൻ ടാസ്ക് ഫോഴ്സ്. എന്താണ് ടാസ്ക് ഫോഴ്സ്? മുന്നേറാൻ ടാസ്ക് ഫോഴ്സ്. അടുത്ത തലമുറ സാമ്പത്തിക പരിഷ്കരണത്തിനായി പുതിയ റിഫോം ടാസ്ക് ഫോഴ്സ്. അടുത്ത തലമുറയുടെ സാമ്പത്തിക പരിഷ്കരണത്തിനായി പുതിയ റിഫോം ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിക്കുക എന്നതാണ് മൂന്നാമത്തെ പ്രഖ്യാപനം. അടുത്ത നോക്കാം, വികസിത് ഭാരത് തൊഴിൽ. യുവാക്കൾക്കായി 1,00,000 കോടി രൂപയുടെ പ്രധാനമന്ത്രി വികസിത് ഭാരത് തൊഴിൽ പദ്ധതി. അപ്പൊ പ്രധാനമന്ത്രിയുടെ ഒരു തൊഴിൽ പദ്ധതിയാണ് ഏത്? വികസിത് ഭാരത്. പ്രധാനമന്ത്രി വികസിത് ഭാരത് തൊഴിൽ പദ്ധതി. ഈ പദ്ധതിയിലൂടെ യുവാക്കൾക്ക് 1,00,000 കോടിയുടെ തൊഴിലാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. എത്രയാണ്? 1,00,000 കോടി രൂപയുടെ തൊഴിലാണ് യുവാക്കൾക്കായി നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഏത് പദ്ധതിയിലൂടെ? പ്രധാനമന്ത്രി വികസിത് ഭാരത് തൊഴിൽ പദ്ധതിയിലൂടെ. ജനസംഖ്യാ ദൗത്യം. അടുത്ത ജനസംഖ്യാ ദൗത്യമാണ്. ജനസംഖ്യ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ ജനസംഖ്യാ ദൗത്യം കൊണ്ടുവരുന്നു. നമുക്കറിയാം, നമ്മുടെ രാജ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. നമ്മൾ വലിപ്പത്തിൽ 7ാം സ്ഥാനത്താണ്. റഷ്യയൊക്കെ നമ്മുടെ രാജ്യത്തേക്കാൾ ഇരട്ടിയിലധികം വലിപ്പമുള്ള രാജ്യമാണ്. അവിടെയൊന്നും ഇത്രയും ജനസംഖ്യയില്ല. റഷ്യയൊക്കെ ജനസംഖ്യ വളരെ കുറവാണ്. ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ റഷ്യ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു. 10 മക്കളെ രാജ്യത്തിനായി സമർപ്പിക്കുന്ന ദമ്പതികൾക്ക് 13 ലക്ഷം ഇന്ത്യൻ രൂപ 13 ലക്ഷം രൂപയൊക്കെ സാമ്പത്തിക സഹായം നൽകുമെന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം റഷ്യ നടത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം വാസ്റ്റ് ഏരിയ ആണ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യമാണ് റഷ്യ. അത്രയും വലിയൊരു രാജ്യത്തിൽ ആളുകളില്ല, വളരെ കുറവാണ് അവരുടെയൊക്കെ ജനസംഖ്യ എന്ന് പറയുന്നത്. എന്നാൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമുള്ള നമ്മുടെ രാജ്യം ജനസംഖ്യയിൽ 1ാം സ്ഥാനത്താണ്. അപ്പോൾ ജനസംഖ്യയിലുള്ള അസന്തുലിതാവസ്ഥ തീർച്ചയായും പരിഹരിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ജനസംഖ്യാ ദൗത്യമാണ് 5ാമത്തെ പ്രഖ്യാപനം. അവസാനത്തെ ഒരു പ്രഖ്യാപനം സുദർശൻ ചക്ര, തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രഖ്യാപിച്ച തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഏത്? സുദർശൻ ചക്ര. ഏതാണ്? സുദർശൻ ചക്ര. അപ്പൊ ഇത്രയുമാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ, അതായത് നമ്മുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനങ്ങൾ. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. അതായത് നമ്മുടെ GST നിലവിൽ 4 സ്ലാബുകളാണ് ഉള്ളത്. എത്രയാണ്? 4 സ്ലാബുകൾ. നമുക്കറിയാം 5, 12, 18, 28. 5, 12, 18, 28 ഇതാണ് GSTയുടെ നിലവിലെ സ്ലാബ്. 4 എന്നും പറയുന്നുണ്ട്, 5 എന്നും പറയുന്നുണ്ട്. അതായത് 0 ഒരു സ്ലാബായിട്ട് GST കണക്കാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ 4 സ്ലാബുകൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 4 സ്ലാബുകളെ വെട്ടിച്ചുരുക്കി 2 ആക്കും എന്നാണ് ഒരു പ്രഖ്യാപനം. എത്രയാണ്? GST സ്ലാബുകൾ ചുരുക്കി 2 ആക്കും. 2 സ്ലാബുകൾ മതി എന്നൊരു നയത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ധനകാര്യ മന്ത്രാലയമാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്, നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ ഭാഗമായിട്ട്. പിന്നെന്താണ്? ചുരുക്കം ചില ആഡംബര സാധനങ്ങൾക്ക് ഒരു പ്രത്യേക നിരക്ക് ഈടാക്കും. ആഡംബര സാധനങ്ങൾക്ക് ഈ 2 സ്ലാബിൽ ഉൾപ്പെടുത്താതെ അതിനൊരു പ്രത്യേക നിരക്ക് ഈടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അന്തിമ തീരുമാനം എടുക്കേണ്ടത് GST മന്ത്രിതല സമിതിയാണ്. അപ്പോൾ GST കൗൺസിൽ അല്ലെങ്കിൽ GST മന്ത്രിതല സമിതി, കൗൺസിലല്ല മന്ത്രിതല സമിതിയാണ് ഇതിന്റെ അന്തിമ തീരുമാനം എടുക്കുന്നത്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു 4 സ്ലാബ് മാറി 2 സ്ലാബ് ആകും. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സാമ്പത്തിക മാറ്റങ്ങളാണ്, വിപണിയിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്ത വാർത്തയിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യ ദിന പ്രസംഗവുമായി ബന്ധപ്പെട്ട ഒരു റെക്കോർഡാണ്. അതായത് നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ
ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ ദിന പ്രസംഗം തുടർച്ചയായി നടത്തിയ വ്യക്തി നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹം ആകെ 17 സ്വാതന്ത്ര്യ ദിന പ്രസംഗങ്ങളാണ് ഇടവേളകളില്ലാതെ നടത്തിയിട്ടുള്ളത്. അതായത് 17 തവണ അദ്ദേഹം സ്വാതന്ത്ര്യ ദിന പ്രസംഗം ഇടവേളകളില്ലാതെ, അതായത് തുടർച്ചയായി നടത്തിയിട്ടുണ്ട്. എത്ര തവണയാണ്? 17 തവണ. രണ്ടാം സ്ഥാനത്ത് നിന്നത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി തുടർച്ചയായി 11 തവണയാണ് സ്വാതന്ത്ര്യ ദിന പ്രസംഗം നടത്തിയിട്ടുള്ളത്. 11 തവണ. എന്നാൽ 2025 79ാമത് സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തോടു കൂടി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിയെ കടത്തിവെട്ടിയിരിക്കുന്നു. നരേന്ദ്രമോദി 12ാമത് സ്വാതന്ത്ര്യ ദിന പ്രസംഗമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. എത്രാമതാണ്? 12ാമത്. ഇതിനു മുന്നേ നമ്മൾ റെക്കോർഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് മറികടന്ന് നമ്മുടെ നരേന്ദ്രമോദി ആ റെക്കോർഡിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായി സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതി എന്ന റെക്കോർഡ് കൂടി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തകർത്തിട്ടുണ്ട്. തുടർച്ചയായി 11 തവണയാണെങ്കിലും പല തവണകളിലായിട്ട് 16 തവണയാണ് ഇന്ദിരാഗാന്ധി സ്വാതന്ത്ര്യദിന പ്രഖ്യാപനം നടത്തിയത്. 1966 മുതൽ 77 വരെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധി തുടർച്ചയായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത്. അതിനുശേഷം 80-84 കാലയളവിൽ 1980-84 കാലയളവ് 84-ൽ കൊല ചെയ്യപ്പെടുന്നു. 84ലാണ് ഇന്ദിരാഗാന്ധി വധം നടക്കുന്നത്. അപ്പൊ 84-ൽ മരണപ്പെടുന്നു. ആ ഒരു ടൈമിൽ ബാക്കിയുള്ള 5 സ്വാതന്ത്ര്യദിന പ്രസംഗം കൂടി നടത്തി. ആകെ മൊത്തം 16 സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളാണ് ആരുടെ പേരിലുള്ളത്? ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ളത്. മൂന്നാം സ്ഥാനത്തെ വ്യക്തിയെ കൂടി നമുക്ക് പഠിക്കാം. നമ്മൾ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന മൂന്നാമത്തെ വ്യക്തി എന്ന് പഠിച്ച അദ്ദേഹം തന്നെയാണ് നമ്മുടെ മൻമോഹൻ സിംഗ്. തുടർച്ചയായി 10 തവണയാണ് സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയിട്ടുള്ളത്. അട്ടപ്പാടിയിൽ ഒരു ജൈവ ഉന്നതി. അപ്പൊ നമുക്കറിയാം, അട്ടപ്പാടി ഗോത്ര ജനങ്ങൾ കൂടുതലായി താമസിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. അപ്പൊ അവിടെ കൂടുതലായി നിലനിന്നിരുന്നത് ഗോത്ര കൃഷിരീതികളായിരുന്നു. എന്നാൽ മറ്റു ആൾക്കാർ, പുറത്തു നിന്നുള്ള ആൾക്കാർ അവിടെ താമസമാവുകയും അവരുടെ കൃഷിരീതി കൂടി ഇവരെ പരിചയപ്പെടുത്തുകയും അവരുടെ ഗോത്ര കൃഷി രീതിയിൽ നിന്ന് മാറി പരുത്തി പോലുള്ള മറ്റ് കൃഷികൾ ഇവിടെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്നും വീണ്ടും തിരികെ പോയി അവരുടെ പരമ്പരാഗതമായ ഗോത്ര കൃഷിരീതിയിലേക്ക് കുറച്ചു പേരൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മികച്ച ജൈവ കൃഷി ചെയ്യുന്ന ആദിവാസി ഉന്നതിക്കുള്ള ആദിവാസി ഉന്നതി അഥവാ ആദിവാസി ഊരെന്നല്ലേ പറയുന്നത്, ആദിവാസി ഊര് അല്ലെങ്കിൽ ആദിവാസി ഉന്നതിക്കുള്ള സംസ്ഥാന കാർഷിക അവാർഡിൽ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ് അട്ടപ്പാടിയിലെ അബ്ബന്നൂർ ഉന്നതി. അബ്ബന്നൂർ ഉന്നതി അല്ലെങ്കിൽ അബ്ബന്നൂർ ഊരാണ് മികച്ച ജൈവ കൃഷി ചെയ്യുന്ന ആദിവാസി ഉന്നതിക്കുള്ള അല്ലെങ്കിൽ ആദിവാസി ഊരിനുള്ള സംസ്ഥാന കാർഷിക അവാർഡ് നേടിയിരിക്കുന്നത്. അപ്പൊ ഒരു സംസ്ഥാന കാർഷിക അവാർഡാണ്. അവാർഡാണ്? മികച്ച ജൈവ കൃഷി ചെയ്യുന്ന ആദിവാസി ഉന്നതിക്കുള്ള അല്ലെങ്കിൽ ആദിവാസി ഊരിനുള്ള സംസ്ഥാന കാർഷിക അവാർഡാണ് അട്ടപ്പാടിയിലെ അബ്ബന്നൂർ ഉന്നതിക്ക് ലഭിച്ചിരിക്കുന്നത്. അബ്ബന്നൂർ ഉന്നതി നിങ്ങൾ മറക്കരുത്. അബ്ബന്നൂർ എന്നാണ് പേര്. അബ്ബന്നൂർ നല്ല പേരല്ലേ, അബ്ബന്നൂർ ഉന്നതി. അപ്പൊ ഉന്നതി എന്ന് വെച്ചാൽ ഊര് എന്നാണ് അർത്ഥം എന്ന് കൂടി നിങ്ങൾ കൃത്യമായിട്ടും ഓർത്തിരിക്കുക. 3 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. ആന്ധ്രാപ്രദേശിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര. അപ്പൊ ആന്ധ്രാപ്രദേശിൽ ഈ ഒരു പദ്ധതി, ഇതിന്റെ പേര് സ്ത്രീ ശക്തി എന്നാണ്. സ്ത്രീ ശക്തി എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഈ പദ്ധതി മുൻ മുഖ്യമന്ത്രിയായിരുന്ന എൻ ചന്ദ്രബാബു നായിഡു ആണ് ഉദ്ഘാടനം ചെയ്തത്. ഇത് എല്ലാ സ്ത്രീകൾക്കും, ആന്ധ്രാപ്രദേശൊക്കെ ആകുമ്പോൾ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും അന്യ സംസ്ഥാനക്കാരൊക്കെ ഉണ്ടല്ലേ, എല്ലാ സ്ത്രീകൾക്കും ലഭ്യമാകുന്നതല്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും കിട്ടും. പക്ഷേ ഒരു മാനദണ്ഡമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിൽ സ്ഥിര താമസമായവരായിരിക്കണം. ആന്ധ്രാപ്രദേശിൽ സ്ഥിര താമസമായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയാണ് സ്ത്രീ ശക്തി പദ്ധതി. ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ്. അപ്പൊ എങ്ങനെയായിരുന്നു? ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്ത് സ്ഥിര താമസമുള്ള സ്ത്രീകൾക്കും
പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യമായി സർക്കാർ സർവീസുകൾ ഉപയോഗിക്കാം. സർക്കാർ ബസ്സുകൾ ഉപയോഗിക്കാം. ആന്ധ്രാപ്രദേശ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകളിൽ സൗജന്യ യാത്ര. ആന്ധ്രാപ്രദേശ് ട്രാൻസ്പോർട്ട് ബസ് APSRT, ആന്ധ്രാപ്രദേശിന്റെ APSRTയിൽ സൗജന്യമായി യാത്ര ചെയ്യാം. ആർക്കൊക്കെയാണ്? സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക്, ട്രാൻസ്ജെൻഡേഴ്സിന്. പദ്ധതിയുടെ പേരെന്താണ്? സ്ത്രീ ശക്തി. AI കാലത്തെ സാധ്യതകൾ തേടി ടെക് 25 തുടക്കമായി. ഒരു മീറ്റാണ് ടെക് 25. അതായത് അതിവേഗത്തിൽ വളരുന്ന AI സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള സംവാദങ്ങൾക്ക് ഇടമൊരുക്കുന്ന CIO അസോസിയേഷന്റെ ഒരു മീറ്റാണ് ടെക് 25. ഇതിന് വേദിയായത് കൊച്ചിയാണ്. ഏത് നഗരമാണ്? കൊച്ചിയാണ് ടെക് 25 വേദിയായത്. റോബോ ഒളിമ്പിക്സ്, ഇത് നമ്മൾ കഴിഞ്ഞ മുന്നത്തെ വാർത്തകളിലൊക്കെ വന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റോബോ ഒളിമ്പിക്സ്, ആദ്യത്തെ റോബോ ഒളിമ്പിക്സ് നടക്കുകയാണ്. നമുക്ക് പാരാലിമ്പിക്സ് ഉണ്ട്, സമ്മർ ഒളിമ്പിക്സ് ഉണ്ട്, വിന്റർ ഒളിമ്പിക്സ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒന്നും കൂടെ ചേർക്കാം. എന്താണ്? റോബോ ഒളിമ്പിക്സ്. റോബോ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന റോബോട്ടുകളെ വെച്ചിട്ടുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകൾ, വെറും റോബോട്ടല്ല, ഹ്യൂമനോയിഡ് റോബോട്ടുകളെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കായിക മത്സരമാണ് റോബോ ഒളിമ്പിക്സ്. റോബോ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ഏത് രാജ്യമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നുകൂടെ പഠിക്കാം, മറന്നുപോയവർക്ക് ഓർത്തെടുക്കാം, അറിയാത്തവർക്ക് പുതുതായി പഠിക്കാം. ചൈനയിലാണ്. ചൈനയിലെ ബീജിംഗിലാണ് റോബോ ഒളിമ്പിക്സിന് വേദിയാകുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മത്സരങ്ങളാണ്. 16 രാജ്യങ്ങളാണ് ആകെ പങ്കെടുക്കുന്നത്. എത്രയാണ്? 16. കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ വളരെ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. 16 രാജ്യങ്ങളാണ് റോബോ ഒളിമ്പിക്സ് അഥവാ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ്. എന്താണ്? ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് എന്നായിരിക്കും പേര് വരുന്നത്. ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ റോബോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആകെ രാജ്യങ്ങൾ 16 ആണ്. അതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് US, ജർമ്മനി, ബ്രസീൽ. നമ്മുടെ രാജ്യമില്ല. US, ജർമ്മനി, ബ്രസീൽ തുടങ്ങി 16 രാജ്യങ്ങളാണ് റോബോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഒത്തിരി പരിപാടികളുണ്ട്. ഫുട്ബോൾ ഉണ്ട്, ഗുസ്തിയുണ്ട്, ബോക്സിംഗ് ഉണ്ട്, ഓട്ടമുണ്ട്. അപ്പോൾ ഇതൊക്കെ നടത്തുന്ന ഒരു നല്ലൊരു ഒളിമ്പിക്സ് ആണ് റോബോ ഒളിമ്പിക്സ്. ബെത്തൽ ഇംഗ്ലണ്ടിന്റെ കുഞ്ഞൻ ക്യാപ്റ്റൻ. അപ്പോൾ ഇംഗ്ലണ്ടിന് ഒരു ചെറിയൊരു ക്യാപ്റ്റൻ ഉണ്ടായിട്ടുണ്ട്. ആരാണ്? ബെത്തൽ. ഇംഗ്ലണ്ടിന്റെ പ്രായം കുറഞ്ഞ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി നിയമിതനായിരിക്കുകയാണ് ജേക്കബ് ബെത്തൽ. എന്താണ് പേര്? ജേക്കബ് ബെത്തൽ. അയർലൻഡിനെതിരായ 2020 പരമ്പരയ്ക്കുള്ള ഇംഗ്ലണ്ട് ടീമിനെയാണ് 21കാരനായ ഓൾറൗണ്ടർ നയിക്കുക. അപ്പോൾ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ജേക്കബ് ബെത്തൽ. തലപ്പത്ത് 4 പെണ്ണുങ്ങൾ. കഴിഞ്ഞ ദിവസം വാർത്തയിലൂടെയൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ മലയാള സിനിമ അസോസിയേഷനായ അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടും ജനറൽ സെക്രട്ടറി ആയിട്ടും ജോയിന്റ് സെക്രട്ടറി ആയിട്ടും വൈസ് പ്രസിഡന്റ് ആയിട്ടും ഈ 4 സ്ഥാനങ്ങളിലേക്കും 4 തലപ്പത്ത് നിയമിതയായിരിക്കുന്നത് 4 പെണ്ണുങ്ങളാണ്. അമ്മയുടെ പ്രസിഡന്റായി നിയമിതയായിരിക്കുന്നത് ശ്വേതാ മേനോനാണ്. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി അൻസിബ ഹസൻ, വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ. ഇവരാണ് ആ 4 പേർ. ഒന്ന് ഓർത്തിരിക്കുക, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പ്രസിഡന്റ് എങ്കിലും ഓർത്തിരിക്കുക, ശ്വേതാ മേനോനാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ പത്രവാർത്തകളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചധികം ആനുകാലിക വാർത്തകൾ അറിയാം. അടുത്തിടെ അന്തരിച്ച ഒളിമ്പിക്സ് ഹോക്കി മെഡൽ ടീം അംഗമായിരുന്ന വ്യക്തിയാണ് വി സ്പേസ്. ആരാണ്? വി സ്പേസ്. നമ്മുടെ ഒളിമ്പിക്സ് ടെന്നീസ് താരം ലിയാൻഡർ പേസിന്റെ അച്ഛനാണ് വി സ്പേസ്. അദ്ദേഹം ഒളിമ്പിക്സ് ഹോക്കി മെഡൽ ടീമിൽ അംഗമായിരുന്ന വ്യക്തിയാണ്. ടെന്നീസ് താരം ലിയാൻഡർ പേസിന്റെ പിതാവാണ്. 2025 സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ പ്രമേയമാണ് നയാഭാരതം. നയാഭാരത് അല്ലെങ്കിൽ നവഭാരത് എന്നതാണ് നമ്മുടെ 2025 79ാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളുടെ പ്രമേയം. ആഴക്കടലിലും ഇന്ത്യൻ കാൽവെപ്പ്. അപ്പോൾ ആഴക്കടലിലും ഇന്ത്യൻ കാൽവെപ്പ് പതിഞ്ഞിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി 5 കിലോമീറ്റർ ആഴത്തിലേക്ക് ജലയാത്രികരെ അയച്ച് ഇന്ത്യ പുതിയ നേട്ടം കുറിച്ചു. ജലയാത്രികർ എന്ന് പറയുമ്പോൾ അക്വാനട്ട്, നമ്മൾ ആസ്ട്രോനട്ട് എന്നൊക്കെ പറയും പോലെ അക്വാനട്ട്, ജലയാത്രികർ. ചരിത്രത്തിൽ ആദ്യമായി 5 കിലോമീറ്റർ ആഴത്തിലേക്ക് നമ്മുടെ രാജ്യം ജലയാത്രികരെ അയച്ച് ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഒരു ഇന്ത്യൻ പൗരൻ ഇത്രയും ആഴത്തിലേക്ക് പോകുന്നത് ഇതാദ്യമായാണ്. അപ്പോൾ ആ ആഴം നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കുക. 5 കിലോമീറ്റർ ആണ്. എത്രയാണ്? 5 കിലോമീറ്റർ. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പൗരൻ ഇത്രയും ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ഇന്ത്യയുടെ മനുഷ്യ സമുദ്ര നിർമ്മാണം
ചന്ദ്രയാൻ പദ്ധതിക്ക് മുന്നോടിയായി ഫ്രാൻസുമായിട്ട് സഹകരിച്ചായിരുന്നു ഈ യാത്ര. അപ്പോൾ ഈ ഒരു യാത്ര അക്വനോട്ട് നടത്തിയത് ഫ്രാൻസുമായി സഹകരിച്ചായിരുന്നു. കൃത്യമായും ഓർത്തിരിക്കുക, ഫ്രാൻസുമായി സഹകരിച്ചായിരുന്നു ഈ ഒരു ദൗത്യം നടന്നത്. അഗ്നിശമന സേനയുടെ ആദ്യത്തെ വനിതാ ഡ്രൈവറായി നിയമിതയായ വ്യക്തി. അപ്പൊ നമ്മുടെ അഗ്നിശമന സേന, നമ്മുടെ ഫയർഫോഴ്സിന്റെ വണ്ടി ആണുങ്ങൾ ഓടിക്കുന്നതിലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനി മുതൽ നമുക്ക് പെണ്ണുങ്ങൾ ഓടിക്കുന്നതും കാണാം. ആദ്യത്തെ ഡ്രൈവറെ നിയമിച്ചിട്ടുണ്ട്. പേരെന്താണ്? ജ്യോതി. എന്താണ്? ജ്യോതി. നമ്മുടെ ഫയർഫോഴ്സിന്റെ അഥവാ നമ്മുടെ അഗ്നിശമന സേനയുടെ ആദ്യത്തെ വനിതാ ഡ്രൈവറായി നിയമിതയായിരിക്കുന്ന വ്യക്തിയാണ് ജ്യോതി. ഇന്ത്യയുടെ 89ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ, 88ാമത് ഗ്രാൻഡ് മാസ്റ്ററെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആരായിരുന്നു? നമ്മുടെ ദിവ്യ ദേശ്മുഖ് ആണ്. അപ്പൊ നമുക്ക് 89ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ടായിട്ടുണ്ട്. രോഹിത് കൃഷ്ണ, തമിഴ്നാട് സ്വദേശിയായ രോഹിത് കൃഷ്ണയാണ് ഇന്ത്യയുടെ 89ാമത് ഗ്രാൻഡ് മാസ്റ്റർ. അപ്പൊ ഒരു പക്ഷേ നമുക്കൊരു ചോദ്യം വരാം, ഇന്ത്യയിലാകെ എത്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ട്? അപ്പോൾ നമ്മുടെ ദിവ്യ ദേശ്മുഖ് വരെയുള്ള വിവരങ്ങൾ അറിഞ്ഞവർ പറയും 88. നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. എത്രയുണ്ട്? 89 ഉണ്ട്. 89ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ രോഹിത് കൃഷ്ണ, തമിഴ്നാട് സ്വദേശിയാണ്. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നമാണ് ഹിമാലയൻ കിങ് ഫിഷർ. എന്താണ്? ഹിമാലയൻ കിങ് ഫിഷർ. ഹിമാലയൻ കിങ് ഫിഷർ ആണ് പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് വേദി ശ്രീനഗർ ആണ്. എവിടെയാണ്? ശ്രീനഗർ ആണ്. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേന്ദ്ര യുവജന സ്പോർട്സ് വകുപ്പ് മന്ത്രി ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിട്ടുണ്ട്. DG കേരളം പദ്ധതിക്ക് കീഴിലാണ് കേരളത്തിന്റെ ഈ നേട്ടം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. DG കേരളം പദ്ധതിക്ക് കീഴിലാണ് കേരളത്തിന്റെ ഈ നേട്ടം. ഇതിൽ ഒട്ടുമിക്ക പോയിന്റ്സ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കൊരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സെഗ്മെന്റ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ വീണ്ടും പഠിച്ച് നിങ്ങളത് ക്ലിയർ ചെയ്ത് വെക്കുക. ഇതും പഠിച്ചിട്ടുള്ള പോയിന്റ് ആണ്. അടുത്തിടെ തദ്ദേശീയ ജനങ്ങൾക്ക് ആയുധ ലൈസൻസ് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമാണ് അസം. തദ്ദേശീയ ജനങ്ങൾക്ക് കയ്യിൽ ആയുധം വെക്കുന്നതിനുള്ള ലൈസൻസിന് അപേക്ഷ നൽകുന്നതിനുള്ള ഒരു പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനമാണ് ആസാം. സെൻസിറ്റീവ് ഏരിയകളിൽ ജനങ്ങൾക്ക് സ്വയം രക്ഷയ്ക്ക് ആയുധം കൈകളിൽ വെക്കാം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിനി കുറച്ച് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി ആര്? കുറച്ച് വിവാദങ്ങൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ ഹർദീപ് സിംഗ് പുരി, ഓപ്ഷൻ ബി സുരേഷ് ഗോപി, സി രാജ്കുമാർ സിംഗ്, ഡി ഹർദീപ് സിംഗ്. കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം വാർത്ത വായിച്ചവരും സോഷ്യൽ മീഡിയയിലൊക്കെ കയറുന്നവരും എല്ലാവരും തന്നെ ഇത് അറിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ സുരേഷ് ഗോപി, തൃശ്ശൂരിലെ MP ആയ സുരേഷ് ഗോപിയാണ് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി. ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഹർദീപ് സിംഗ് പുരിയാണ് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി. സഹയല്ല, വകുപ്പ് മന്ത്രി ആരാണ്? ഹർദീപ് സിംഗ് പുരിയാണ്. ഹർദീപ് സിംഗ് പുരിയാണ് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി. നിങ്ങൾ അതും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. സുരേഷ് ഗോപി എന്തായാലും ആരും അധികം മറക്കാൻ പോകുന്നില്ല. ഹർദീപ് സിംഗ് പുരിയെ നിങ്ങൾ ഓർക്കുക. പൂരി എണ്ണയിലാണ് ചുട്ടെടുക്കുന്നത്. നമ്മൾ വകുപ്പുകളും മന്ത്രിമാരും പഠിച്ച സമയത്ത് ഈ ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂരി നമ്മൾ എണ്ണയിലാണ് ചുട്ടെടുക്കുന്നത്. പെട്രോളിയം എണ്ണയാണ്. ഹർദീപ് സിംഗ് പുരിയാണ് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി. ഹർദീപ് സിംഗ് ഒക്കെ ഉണ്ട്, സിംഗ് ഒന്നുമല്ല, പുരിയാണ്. ഹർദീപ് സിംഗ് പുരിയാണ്. ഒരു പുരി കൂടിയുണ്ട്, ഇവിടെ സിംഗ് വരെ വന്നിട്ടുള്ളൂ. പൂരി എണ്ണയിലാണ് ചുട്ടെടുക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മുള ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ 2G എത്തനോൾ പ്ലാന്റ് സ്ഥാപിക്കുന്ന സംസ്ഥാനം എന്താണ്? മുള ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ 2G എത്തനോൾ പ്ലാന്റ് സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ അരുണാചൽ പ്രദേശ്, ബി ഉത്തർപ്രദേശ്, സി ആന്ധ്രാപ്രദേശ്, ഡി മധ്യപ്രദേശ്. 4 പ്രദേശങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരം അറിയാമെങ്കിൽ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. ഇതിന്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. മുള ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ 2G എത്തനോൾ പ്ലാന്റ് സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് ഓപ്ഷൻ എ അരുണാചൽ പ്രദേശ്. ഏത് സംസ്ഥാനമാണ്? അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം നോക്കാം. യുക്രൈനിൽ റഷ്യ യുദ്ധത്തെ സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉച്ചകോടി വേദി. അപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുകയാണ്.
അപ്പോൾ ഈ യുദ്ധത്തെ സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഉച്ചകോടി നടക്കുന്നുണ്ട്. നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലാണ് ഈ ഒരു ഉച്ചകോടി നടക്കുന്നത്. ഇതിന്റെ വേദിയാകുന്നത് ഓപ്ഷൻ എ ന്യൂയോർക്ക്, ബി മോസ്കോ, സി അലാസ്ക, ഡി വാഷിംഗ്ടൺ. എവിടെയാണ്? അറിയാവുന്നവർ കമന്റ് ചെയ്യുക. എവിടെയാണ് ഈ ഒരു ഉച്ചകോടി നടക്കുന്നത്? എവിടെയാണ്? അലാസ്കയിലാണ് ഈ ഒരു ഉച്ചകോടി നടക്കുന്നത്. ഭൂമിയിലെ പ്രകാശത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതും അത് ജീവികളുടെ കാഴ്ചയെയും ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്നതും പഠിക്കാൻ കേരളത്തിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഉപഗ്രഹമേത്? അപ്പൊ കേരളത്തിലെ ചില വിദ്യാർത്ഥികൾ, ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. പഴയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടും കൂടുതൽ ആനുകാലിക വാർത്തകളുമായിട്ടൊക്കെ എത്തുന്നത്. അതുകൊണ്ട് നിങ്ങളിത് ഏവരും ഇത് ക്ലാസ്സുകൾ കാണുന്ന എല്ലാവരും തന്നെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ കൃത്യമായിട്ട് ഓർക്കുക. ബാക്കി വരുന്ന സെക്ഷൻസ്, അതായത് നമ്മുടെ കൂടുതൽ ആനുകാലിക വാർത്തകളായാലും റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയാലും നിങ്ങൾ റിവിഷന് നന്നായിട്ട് സഹായിക്കും. ഒരു റിവിഷൻ ആയിട്ട് നിങ്ങൾ കരുതുക. അപ്പൊ ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഭൂമിയിലെ പ്രകാശത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതും അത് ജീവികളുടെ കാഴ്ചയെയും അവരുടെ ആവാസ വ്യവസ്ഥയും ഒക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നും പഠിക്കാനായിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്നുണ്ട്. ഓപ്ഷൻ എ മോഡൽ ലൂമിനോസാറ്റ്, ബി മോഡൽ കുസാറ്റ്, സി ലൂമിൻസ്കിയ, ഡി കേരള എഡ്യു. ഇതിൽ ഏതാണ് ആ ഉപഗ്രഹം? ഏതാണ്? ഓപ്ഷൻ എ മോഡൽ ലൂമിനോസാറ്റ്. മറക്കാതിരിക്കുക, മോഡൽ ലൂമിനോസാറ്റ് എന്ന ഉപഗ്രഹമാണ് വിദ്യാർത്ഥികൾ വിക്ഷേപിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. നീതി ആയോഗിന്റെ ശൂന്യ എന്ന പ്രചരണം എന്തിനു വേണ്ടിയുള്ളതാണ്? ശൂന്യ. ഓപ്ഷൻ എ ബഹിരാകാശ യാത്രകളെ പ്രോത്സാഹിപ്പിക്കാൻ, ബി പൗരന്മാരിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ, സി സൈനിക സേവനത്തെ പറ്റിയുള്ള അവബോധത്തിന്, ഡി വൈദ്യുത വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ. എന്തിനു വേണ്ടിയിട്ടാണ് നീതി ആയോഗിന്റെ മറ്റൊരു ശൂന്യ നമുക്ക് മുന്നിലുണ്ട്? അതെന്താണെന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. അതൊരു ബഹിരാകാശം അല്ല, നമ്മുടെ എന്തായാലും എയറുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ശൂന്യ എന്താണെന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. ഇത് നീതി ആയോഗിന്റെ ശൂന്യ എന്ന പ്രചരണം ഒരു ക്യാമ്പയിൻ ആണ്, ശൂന്യ ക്യാമ്പയിൻ. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അറിയാവുന്നവർ കമന്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എന്തിനാണ്? ഓപ്ഷൻ ഡി വൈദ്യുത വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നീതി ആയോഗിന്റെ ശൂന്യ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ കൂടുതൽ ആനുകാലിക വാർത്തകളും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. അതുവരെ താങ്ക്